ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? നമുക്ക് പലർക്കും ആ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ ഇന്ന് ആ ഒരു സംശയമൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരു പ്രത്യേക ഒരു ഗസ്റ്റാണുള്ളത്, മിസ്റ്റർ സുഭാഷ്. ഇദ്ദേഹം ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്, ട്രെയിനറാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ സാർ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ. സാർ എന്താണ് ശരിക്കും ഇപ്പോൾ സാറ് ചെയ്യുന്നത്? ഞാൻ കസ്റ്റമൈസ്ഡ് ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു മാർക്കറ്റിംഗ് കമ്പനിയുണ്ട്, ദ്വാരക മോളിൽ ഓഫീസുണ്ട്. വെബ് ഡിസൈനിങ് ആണ് അവിടെ പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ട്രെയിനിങ് പ്രത്യേകിച്ച് പുതിയ സ്റ്റാർട്ടപ്പുകൾക്കും നിലവിലുള്ള ആളുകൾക്കും അവരുടെ ബിസിനസ് എക്സ്പ്ലോർ ചെയ്യാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സാധ്യത എങ്ങനെയൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും അവരവരെ നിലയ്ക്കുകൊണ്ട് അതിനുള്ള ട്രെയിനിങ് ആണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് മെയിനായിട്ട് ഈ പുതിയതായിട്ട് സ്വന്തമായിട്ട് ഈ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അതിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയല്ലേ ഇപ്പോൾ കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്നത്? എനിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോഴ്സസ് ഒക്കെ അല്ലേ? എന്തൊക്കെയാണ് അത് ചെയ്യുന്നത്? അതെ, നമുക്കിപ്പോൾ MSME മിനിസ്ട്രി ഉണ്ട്. അതാണിപ്പോൾ കേന്ദ്ര വ്യവസായ വകുപ്പ് എന്ന് പറയുന്നത്. നേരത്തെ SSI യൂണിറ്റ് അങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങളുണ്ടായിരുന്നു. MSME എന്ന് പറയുമ്പോൾ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രണേഴ്സ്. അതായത് ചെറിയ, അതായത് ലാർജ് സ്കെയിൽ അല്ലാത്ത ഒരു മീഡിയം ലെവൽ എൻ്റെ താഴെ നിൽക്കുന്ന സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് വേണ്ടിയുള്ള. അതെ, അതിനകത്ത് നമുക്ക് 3 ലെവലുണ്ട്. നമുക്ക് MSMEയുടെ സൈറ്റിൽ നമുക്ക് നോക്കി അറിയാം. 2020 കൂടിയിട്ട് നല്ല പൂർണ്ണമായ വെബ്സൈറ്റ് നമുക്ക് MSMEയുടെ അവൈലബിൾ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അനുസരിച്ചും ടേൺ ഓവറിനനുസരിച്ചിട്ടാണ് മൈക്രോ സ്മോൾ മീഡിയം 3 ലെവലിൽ 500 കോടി ടേൺ ഓവർ വരെ ഉള്ളതാണ് MSMEയുടെ അണ്ടറിൽ വരുന്നത്. അതിൻ്റെ മുകളിലേക്കുള്ളതിന് മാത്രം മതി മറ്റുള്ള സംവിധാനങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ട പാക്കേജുകൾ ഓരോ വർഷവും ബഡ്ജറ്റിൽ പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്.